നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ഇന്ന് കഴിഞ്ഞു അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഇങ്ങനൊരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, വളരെ കുറഞ്ഞ സമയമാണ് നമുക്ക് ഈ ഒരു 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കിട്ടിയത്. പ്രത്യേകിച്ച് ടാൻഡം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം LSTS എക്സാമിൻ്റെ ഒരു തിരക്കിലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വെറും നമ്മളൊരു 14 ദിവസത്തെ ക്രാഷ് കോഴ്സാണ് നമ്മൾ ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ളത്. ഈ 14 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ നിന്നും ഏകദേശം 30ഓളം ചോദ്യങ്ങളാണ് ഈ ഒരു GK ആൻഡ് ജനറൽ സയൻസ് ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ ഈ 14 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ ഡിസ്കസ് ചെയ്തത് വന്നിട്ടുള്ളത്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത് നമ്മൾ യൂട്യൂബിലടക്കം ഷെയർ ചെയ്തിട്ടുള്ള MCQ സീരീസ്, അതേപോലെ നമ്മൾ ലാസ്റ്റ് ചെയ്ത മാരത്തോൺ സീരീസ്, ആ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കം ഏകദേശം 30ഓളം ചോദ്യങ്ങളാണ്. രാത്രിയാണ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത്. അതിനുശേഷം ഓടിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ് അതല്ലാത്തതും ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മാത്സിന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് സമാനമായ ചോദ്യങ്ങൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതൊന്നും കൂടാതെ തന്നെ GK ആൻഡ് ജനറൽ സയൻസിന്റെ ഭാഗത്തു നിന്ന് മാത്രം ഏകദേശം 30ഓളം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടാൻഡം പി എസ് സിയെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആളുകൾക്ക് ഈ ഒരു പ്രിലിംസ് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും. കാരണം 30 മാർക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടുക. പിന്നെ മാത്സിന്റെ ഭാഗത്തു നിന്ന് ഒരു 10-15 മാർക്കൊക്കെ ഏകദേശം എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ആർക്കും കിട്ടുന്ന GKയുടെ ഭാഗത്തു നിന്ന് ഒരു 15ഓളം ചോദ്യങ്ങൾ, 20-നടുത്ത് ചോദ്യങ്ങൾ അങ്ങനെയുണ്ട്. നമ്മൾ ഈ പറഞ്ഞതല്ലാത്തത് തന്നെ ഉണ്ട്. ഒരു 20ഓളം ചോദ്യങ്ങൾ എല്ലാവർക്കും കിട്ടുന്നത്, ഒരു 15 ചോദ്യമൊക്കെ എല്ലാവർക്കും മിക്കവാറും ആളുകൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളെ ടാൻഡം പി എസ് സിയുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആളുകൾക്ക് ഈ ഒരു എക്സാം സുഖമായിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ടാൻഡം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സമയം കൊണ്ടാണെങ്കിലും പിന്നെ മാക്സിമം നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ തരാനും അതനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയിൽ ഒരുപാട് പ്രയോജനപ്പെടുത്താനും പറ്റിയ ക്ലാസ്സുകൾ തരാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തു നിന്ന് ഏറെക്കുറെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു. ആ ഒരു സന്തോഷത്തോടു കൂടി, ആ സന്തോഷം നിങ്ങളോട് കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് വന്നതെന്ന് കൂടി നോക്കാം. വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു പ്രൂഫ് ചെയ്യുമ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. ഇതിൽ രണ്ടാമത്തെ ചോദ്യം എൻ്റെ കയ്യിലുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണ്. ഇതിൽ രണ്ടാമത്തെ ചോദ്യം തന്നെ ഒരു സംഘടനകളുടെ പിന്നെ കോൺഗ്രസ് സമ്മേളനം, അതേപോലെ കോൺഗ്രസ് രൂപീകരിച്ച വർഷമൊക്കെ ബന്ധപ്പെട്ട ഇതിൽ ശരിയായ ജോഡി കണ്ടെത്താനുള്ള ചോദ്യമായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതിൽ എല്ലാം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് 1, 2, 3 വർഷങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഞാനത് എണ്ണുന്നില്ല, കാരണം എല്ലാം ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും ഒരു 4 വർഷങ്ങളാണ് കൊടുത്തത്. അതിൽ 2 വർഷങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒന്ന് നമ്മൾ ക്ലാസ്സിനിടയിൽ പരാമർശിച്ച് പോയിട്ടുള്ളതുമാണ്. അപ്പോൾ അതല്ലാതെ അതിൽ കൂട്ടുന്നില്ല. അതല്ലാതെ തന്നെ 30ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് താഴെ കൊടുത്തിരിക്കുന്നവർ തെറ്റായ ജോഡി കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ചോദ്യം, അത് നമുക്കറിയാം ഈ LSTSന്റെ സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ അത് വിശദമായിട്ട് നമ്മൾ ഈ അവാർഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഈ ക്രാഷ് കോഴ്സിന്റെ ബാച്ചിലും ഷെയർ ചെയ്തിട്ട് നിർബന്ധമായിട്ട് കാണണം, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 4 അവാർഡുകൾ കൊടുത്തിട്ട് അത് മാച്ച് ചെയ്യാനുള്ളത്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പറയാനുള്ളതുകൊണ്ട്. പിന്നെ 5ാമത്തെ ചോദ്യത്തിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഉള്ളൊരു ചോദ്യമുണ്ട്. അതും നമ്മൾ കൃത്യമായിട്ട് ക്രാഷ് ബാച്ചിൽ പറഞ്ഞിട്ടുള്ളതാണ്. വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഫാക്ടറുകളും നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജനുവരി 11 നടക്കുന്ന 10th പ്രിലിംസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാമിനുള്ള ടാൻഡം പി എസ് സിയുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. 249 രൂപ മാത്രമാണ് അതിൽ കോഴ്സ് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളൊരു കോഴ്സ് ഫീ ആയിട്ടല്ല, ചെറിയൊരു അതിൻ്റെ ചിലവ് മീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചെറിയൊരു എമൗണ്ടാണ് വാങ്ങുന്നത്. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ ഇന്ന് തന്നെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. പിന്നെ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറിച്യ കലാപത്തെക്കുറിച്ച് 2 ചോദ്യങ്ങളാണ് കുറിച്യ കലാപത്തെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഇതിലുള്ള ഏകദേശം എല്ലാ ഫാക്റ്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്.
ഇതിലിപ്പം പിന്നെ നമുക്കറിയാം പിന്നെ പ്രധാന നേതാവായ കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരത്തിൽ രാമനമ്പിയാണ് നിയോഗിച്ചതെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ഇത് തെറ്റാണല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം രാമനമ്പി ആരാണ്, പിന്നെ അതിന് ലീഡറാണ്. അത് ഓർത്തു വെക്കാനുള്ള എളുപ്പവഴിയൊക്കെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലക്കൽ ചന്തു പഴശ്ശിരാജയെ സഹായിച്ചതാണ്. ഒരു തലക്കൽ പഴശ്ശിരാജയും മറ്റേ തലക്കൽ ചന്തുവാണ്. അങ്ങനെ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറിച്യർ കലാപത്തിന്റെ നേതാവായിട്ട് രാമനമ്പിയാണെന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കാന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ കലാപം നടന്നത് 1812 നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഒന്നില്ലാതെ രണ്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത് കണ്ടെത്താൻ വേണ്ടി പറ്റും. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ട്, അത് ഞാനിതിൽ എണ്ണുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ മലബാർ കലാപം, ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ നമ്മൾ കൃത്യമായിട്ട് വർഷം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഓർഡറിൽ പിന്നെ ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിൽ നമ്മൾ അതിർത്തി ഗാന്ധിയുടെ മരണം ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഞാനതും ഇതിൽ എണ്ണുന്നില്ല. പിന്നെ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത്? ഇത് നമ്മൾ പിന്നെ മാരത്തോൺ സീരീസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗതാഗതം സിലബസിൽ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഈ ഭാഗം പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് കൊച്ചി മെട്രോ 8ാമത്തെ റെയിൽവേ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 18 എന്നാണ് തെറ്റിച്ച് കൊടുത്തത്. ആൻസർ പിന്നെ അത് പഠിച്ച ആളുകൾക്ക്, ആ മാരത്തോൺ സീരീസ് ഒരിക്കലെങ്കിലും കണ്ട ആളുകൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. ഉദ്ഘാടനം ചെയ്ത ഡേറ്റും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ 18ാമത്തെ മെട്രോ അല്ല 8ാമത്തെ മെട്രോ ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 4 തെറ്റാണ്, 1 ശരിയാണ് അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ ഇതിൽ നിന്ന് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും. അതായത് 4 ഇല്ലാത്ത 1 ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആകെ ഒരു ഓപ്ഷൻ ഇതിലുള്ളൂ, 4 ഇല്ലാത്ത 1 ഓപ്ഷന്. അപ്പോൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൽ വരുന്നത് ISROയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയാണ് പറഞ്ഞത്. അതിൽ ISRO രൂപീകരിച്ച വർഷവും അതേപോലെ ISROയുടെ ആസ്ഥാനമൊക്കെ കൃത്യമായിട്ട് നമ്മൾ LSTSന്റെ ഫൈനൽ ടച്ച് എന്നുള്ള സമയത്ത് കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്തതും ആ വീഡിയോ അതിന്റെ ലിങ്ക് നമ്മൾ ഈ ക്രാഷ് ബാച്ചിൽ ഷെയർ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. 1ഉം 2ഉം അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പിന്നെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് 2 തവണ നമ്മൾ ഈ ഒരു ഫാക്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡു ഓർ ഡൈ എന്നുള്ള മുദ്രാവാക്യം, ഗാന്ധിജിയുടെ മുദ്രാവാക്യം പിന്നെ 2 തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് MCQ സീരീസ് ചെയ്ത സമയത്തും പിന്നെ നമ്മൾ പിന്നെ നാഷണൽ മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഭാഗത്തും 2 തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. പിന്നെ അതിൽ വരുന്നത് നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതെന്ന് ചോദിച്ചിട്ട് കുണ്ടറ വിളംബരം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, കുറിച്യ കലാപം. ഈ 4 കലാപങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ്. അതിൽ കുറിച്യ കലാപം 1812 ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. 1810 ഇതിൽ തെറ്റായിട്ട് കൊടുത്തത്. ഈ 4 കലാപവും ഇതിൽ പറഞ്ഞ, ഈ ഓപ്ഷനിൽ പറഞ്ഞ 4 കലാപവും വർഷമടക്കം കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് പിന്നെ പറയുന്ന ക്രാഷ് ബാച്ചിൽ. പിന്നെ താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏതാണ്? ഇത് നമ്മൾ ശ്രീനാരായണ ഗുരു ക്രാഷ് ബാച്ചിൽ ക്ലാസ് എടുത്ത സമയത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മാരത്തോൺ സീരീസ് ചെയ്ത സമയത്ത് നമ്മൾ ഓപ്ഷൻ പറഞ്ഞ സമയത്തും പറഞ്ഞിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്നുള്ളതും. അതേപോലെ ചട്ടമ്പി ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വേദാധികാര നിരൂപണം പിന്നെ ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും. പിന്നെ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നതിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മൗലാന അബുൽ കലാം ആസാദ്. അത് നമ്മൾ ഈ സമയത്ത് പറഞ്ഞതല്ല, പക്ഷെ നമ്മൾ LSTSന്റെ സമയത്ത് പിന്നെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് മാരത്തോൺ സീരീസിൽ അങ്ങനെ തന്നെ ഒരു ചോദ്യമായിട്ട് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിന്റെ പിന്നെ റിലേറ്റഡ് ഫാക്ട് പറഞ്ഞ സമയത്തോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, രാജാറാം മോഹൻ കുറിച്ച് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 31ാമത്തെ ചോദ്യം വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ മാരത്തോൺ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ സിലബസിൽ എടുത്തു പറയുന്ന ഭാഗമാണ്. അതോട് കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റും പിന്നെ ചെയർമാന്റെ കാലാവധിയും എന്നാണ് കാലാവധി 3 വർഷം ആക്കിയത് എന്നും LSTSന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോലും തെറ്റായിട്ട് വന്ന സംഗതിയാണിതെന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുള്ള ഒരു പോയിന്റാണ്. പിന്നെ കുറിച്യ ലഹളയുടെ ബന്ധപ്പെട്ട് വീണ്ടും ചോദ്യം വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ മൗലിക ചുമതലകളായിട്ട് ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ. ഈ പറയുന്ന 3 പ്രസ്താവനകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 3 പ്രസ്താവനകളും അങ്ങനെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലികാവകാശം ഉൾപ്പെടുത്തിയത് എന്നും ആ കമ്മീഷൻ എത്ര
മൗലികാവകാശമായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ മാരത്തോൺ സീരീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. യൂട്യൂബിൽ കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് മാരത്തോൺ സീരീസ്. അപ്പോൾ അതിൽ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഈ വർഷവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്രാം ഭേദഗതിയാണെന്നുള്ളത് മാരത്തോൺ സീരീസിൽ ഒരു ചോദ്യം തന്നെയായിരുന്നു. അതേപോലെ പിന്നെ ഈ നിലവിൽ വന്ന 1980 നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങൾ ഇല്ലായിരുന്നു എന്നും പിന്നീടാണ് ഇത് കൂട്ടിച്ചേർക്കുന്നതെന്നും 4A ഉള്ളത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് 2 സ്ഥലത്ത് മാരത്തോൺ സീരീസ് പറഞ്ഞ സമയത്ത് 2 സ്ഥലത്ത് ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. പിന്നെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ അതും നമ്മൾ മാരത്തോൺ സീരീസിലാണോ അല്ല ദേശീയ ചിഹ്നങ്ങൾ നാഷണൽ ഐക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നമ്മൾ ക്രാഷ് ബാച്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഷയും ബങ്കിംചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് എന്നൊക്കെ. പിന്നെ ആ തുല്യ പദവി എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ പറയാത്തതുള്ളത്. മറ്റത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതിൽ വരുന്നത് പിന്നെ 25 മുതൽ 28 വരെ വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് എന്നുള്ള ചോദ്യമുണ്ട്. അത് ഡയറക്റ്റ് ചോദ്യമല്ലെങ്കിൽ കൂടി നമ്മൾ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് നൽകാനുള്ളത് 29, 30 പിന്നെ അവരുടെ സാംസ്കാരികമായ അവകാശം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതും പിന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ കേരളത്തിലെ മണ്ണ് നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏത് ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണാണെന്നുള്ളത് ഏതോ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് LSTSന്റെ സമയത്താണോ ഈ ടൈമിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കേരള ജോഗ്രഫി നമ്മൾ ക്ലാസ് എടുത്തൊരു MCQ സീരീസ് ആയിട്ട് ചെയ്തിരുന്നു. ഒന്നുകിൽ അതിലാണ്, അല്ലെങ്കിൽ LSTS ചെയ്ത സമയത്താണ്. ഏതൊരു ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. അതുപോലെ ഞാനത് ഇതിൽ എണ്ണിയിട്ടില്ല. അത് അല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം ഇന്നലെ നമ്മൾ ലാസ്റ്റ് ദിവസം നമ്മൾ ചെയ്തിട്ടുള്ള മാരത്തോൺ സീരീസിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കായലുകൾ എത്രയാണ്, അതിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട കായലുകൾ എത്രയാണ്, പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എത്രയാണ്, കിഴക്കോട്ട് ഒഴുകുന്നത് എത്രയാണ്. ഇന്ത്യയുടെ കേസിൽ ഏറ്റവും കൂടുതൽ നദികൾ കിഴക്കോട്ട് ഒഴുകുമ്പോൾ കേരളത്തിന്റെ കേസിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ വെറും 3 ഉള്ളൂ എന്നും ആ 3 നദികൾ ഏതൊക്കെയാണെന്നും ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് എന്നൊക്കെ നമ്മൾ മാരത്തോൺ സീരീസിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കേരള നവോത്ഥാനത്തിന്റെ വൈത്തിരിവായ അരിപ്പുരം പ്രതിഷ്ഠയെ കുറിച്ച് ഒരുപാട് തവണ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. മാരത്തോൺ സീരീസിൽ നമ്മളത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഏതായിരുന്നാലും നമ്മൾ ക്രാഷ് ബാച്ചിൽ നമ്മൾ ഈ ശ്രീനാരായണ ഗുരുവിന്റെ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ആരെയാണ് പ്രതിഷ്ഠിക്കുന്നത്, ശിവനെയാണ് ഞാൻ പ്രതിഷ്ഠിക്കുന്നത് എന്നൊക്കെ ഗുരുവിന്റെ ആ ഒരു കോഡ്സൊക്കെ വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാകും. പിന്നെ 1917 ഗൗരി പാർവതിയുമായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണത്. കേരളത്തിൽ ലിറ്ററസിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. കേരളത്തിൽ സാക്ഷരതയ്ക്ക് ഇന്നത്തെ രീതിയിലുള്ള സാക്ഷരത കൈവരിക്കാൻ ഉള്ള കാരണം പോലും ഈ പറയുന്ന പാർവതിബായിയുടെ 1917 പ്രഖ്യാപനമായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? അത് നമ്മൾ ഇന്നലെ മാരത്തോൺ സീരീസ് ചെയ്ത സമയത്ത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടുപട്ടത്തിരിപ്പാടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്പൂതിരി സമുദായത്തിലാണ്, അതിന്റെ മോട്ടോ എന്തായിരുന്നു, അതിന്റെ മുഖപത്രം ഏതായിരുന്നു, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 53ാമത്തെ ചോദ്യം വരുന്നത് കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം. ഇന്നലെ നമ്മളൊരു ഈ ഗതാഗതം എന്നുള്ള ഭാഗം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏത് എന്നുള്ള ചോദ്യമായിരുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്ട് പറഞ്ഞ സമയത്ത് ഈ 3 റെയിൽവേയും വന്ന വർഷവും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ത്യയിൽ എന്താണ് ആദ്യത്തെ റെയിൽവേ വന്നത്, ദക്ഷിണേന്ത്യയിൽ എന്താണ് ആദ്യത്തേത് വന്നത്, കേരളത്തിൽ എന്താണ് വന്നത്, എവിടെ മുതൽ ഏതുവരെയാണ്, അതിന്റെ നീളം എത്രയാണ്, എത്ര കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു മാരത്തോൺ സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. യൂട്യൂബിലടക്കം ഷെയർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണത്. പിന്നെ 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാണ്. എഴുത്തമ്പി തളവയുടെ ക്ലാസ് വിശദമായി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏത്? ഈ ചോദ്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് കീഴരിയൂർ ബോംബ് കേസ് 2 തവണ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഇന്ത്യയിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ എന്ന MCQ സീരീസ് ചെയ്ത സമയത്ത് യൂട്യൂബിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഡിസ്കസ് ചെയ്ത സമയത്ത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സമരമാണ് ഈ പറയുന്ന കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളിപ്പോൾ ലാസ്റ്റ് കേരളത്തിലെ ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങൾ എന്നുള്ള ഒരു ക്ലാസ് ക്രാഷ് ബാച്ചിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ കീഴരിയൂർ ബോംബ് കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എവിടെയാണ് നടന്നത്,
പിന്നെ കോഴിക്കോട് ജില്ലയിലാണ്. നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ ഇതായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ട് തന്നിട്ടായിരുന്നു ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടുണ്ടായിരുന്നത്. ഇതിൽ ശരിയായത് ഏത് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി. അപ്പോൾ അത് കണ്ണൂർ ജില്ലയിലല്ല കോഴിക്കോട് ജില്ലയിലാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരുവിതാംകൂറിലല്ല മലബാറിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാകും. പിന്നെ നമ്മൾ മലയാള ഭാഷയിൽ ആദ്യം നിഘണ്ടുവിന്റെ കാര്യം നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ഇതിൽ ക്ലാസ് എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ നേരത്തെ LSCS ക്ലാസ് എടുത്ത സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകൾ, നമ്മൾ ഈ പിന്നെ അധോമഹാസിര എന്താണ്, ഊർദ്ധമഹാസിര എന്താണ്, ഒക്കെ ധമനി എന്താണ്, സിര എന്താണെന്ന് കൃത്യമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് തന്നെ അത് ഞാനിതിൽ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല. അതല്ലാത്ത തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 30ഓളം ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ഏറെക്കുറെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള, ഓപ്ഷനിൽ വന്നതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എലിമിനേഷൻ മെത്തേഡിലൂടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നേരത്തെ പറഞ്ഞു. അതിൽ നമ്മൾ വിറ്റാമിൻ B അല്ല വിറ്റാമിൻ A ആണ് നിശാന്തതയ്ക്ക് കാരണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയുള്ള ഫാക്റ്റുകളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് അത് നമ്മൾ ഇതിൽ കൂട്ടത്തിൽ എണ്ണുന്നില്ല. പിന്നെ നമുക്ക് അതിന്റെ ശേഷം നമുക്ക് വരുന്നത് പിന്നെ ഇവിടെ പിന്നെ JJ തോംസണുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇത് നമ്മൾ കെമിസ്ട്രി MCQ ചെയ്ത സമയത്ത് ന്യൂട്രോൺ കണ്ടെത്തിയത് പിന്നെ ആരാണ്, ചാഡ്വിക് ആണ് എന്നും ഞാനൊരു കോഡൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് പഠിക്കാൻ വേണ്ടിയുള്ള പിന്നെ എന്തായിരുന്നു കോഡ്, പിന്നെ നമ്മൾ ഈ ന്യൂട്രോണ് വണ്ടിയൊക്കെ ന്യൂട്രായി കഴിഞ്ഞാൽ, വണ്ടി ഓടുന്നതിന് ന്യൂട്രായി കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ഒന്ന് ചാടി പിന്നെ ഒന്ന് നിൽക്കും. ആ ഒരു കോഡ് വെച്ചിട്ട് ചാഡ്വിക്ക് ന്യൂട്രോൺ എന്നുള്ളത് ഞാൻ കണക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കെമിസ്ട്രി ചെയ്ത സമയത്ത്. പിന്നെ ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ് എന്നും ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കെമിസ്ട്രി MCQ ചെയ്ത സമയത്ത് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള ക്ലാസ്സാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 76ാമത്തെ ചോദ്യം വരുന്നത് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ. ആ ഒരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പിന്നെ ഐസോട്ടോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ കെമിസ്ട്രി ചെയ്ത സമയത്ത്, ഹൈഡ്രജൻ പഠിച്ച സമയത്ത്, ഹൈഡ്രജന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് ആയിട്ട് ഹൈഡ്രജന്റെ പിന്നെ ഇത് ഏതൊക്കെയാണ്, ഐസോട്ടോപ്പ് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിന്റെ ഡെഫിനിഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. അങ്ങനെ 30ഓളം ക്വസ്റ്റ്യനുകൾ നമ്മുടെ ഈ GK ആൻഡ് ജനറൽ സയൻസ് ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് നേരിട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഈ പറഞ്ഞതുപോലെ എലിമിനേഷൻ മെത്തേഡിലൂടെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നവർ 4-5 ക്വസ്റ്റ്യന്, അല്ലാതെ നമ്മൾ 1-2 ഫാക്റ്റുകൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ മാത്സിന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് സമാനമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ചോദ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ എണ്ണത്തിൽ കൂട്ടുന്നില്ല. അല്ലാതെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പിന്നെ 30-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് നമ്മൾ ഒരു 14 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ് സത്യത്തിൽ ചെയ്തത്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി PSCയുടെ ചോദ്യ രീതികൾ കൃത്യമായിട്ട് പിന്നെ നോക്കിയിട്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ട് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പിന്നെ ഉപകരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ക്ലാസ്സുകൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.